അങ്ങനെ നമ്മളിന്ന് വേറെ സ്ഥലത്ത് പോവാണ് കേട്ടോ. അതായത് എന്താണെന്നറിയോ, കുഞ്ഞാറ്റേൻ്റെ 5ാം വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ്. ടീം ബുക്കൊക്കെ എടുത്ത് കൊച്ചിന് പപ്സ് മേടിച്ച് കൊടുത്താൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഞ്ചക്ഷൻ വെക്കാൻ കുഴപ്പമില്ല, പക്ഷേ വെച്ച് കഴിഞ്ഞാൽ പപ്സ് മേടിച്ച് കൊടുത്താൽ വേറൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് പപ്സ് മേടിച്ചു കൊടുക്കാം, നല്ലൊരു കുത്തും മേടിച്ചു കൊടുക്കാം. അതെ, നല്ല ഒരുങ്ങി സെന്റിരി ആയിട്ടാട്ടോ പോകുന്നത്. കുത്ത് മേടിക്കാനായിട്ടാണെന്ന് കൊച്ചിന് അറിയേയില്ല. അല്ല, കൊച്ചു പറഞ്ഞു കൊച്ചിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ പച്ചി അല്ല പപ്സ്. കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ അറിയോ, പപ്സ് എന്ന് കറക്റ്റ് പറയാൻ പഠിച്ചാൽ ആ കടയിൽ നിന്ന് ഫ്രീ ആയിട്ടൊരു പപ്സ് കൊടുക്കാൻ പറഞ്ഞു. കുഞ്ഞാറ്റയ്ക്ക് ഒരു പപ്സ് ഉള്ളതാട്ടോ, പക്ഷെ അത് പറയുന്നു തോന്നുന്നില്ല, അതുകൊണ്ടാണ് അവർ പറഞ്ഞെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ അമ്പലയിൽ ഹോസ്പിറ്റൽ. അപ്പൊ ഇനി ജികുട്ടിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കാട്ടോ. സാരല്ലടാ, അങ്ങനെ പറയില്ല മുത്തോനെ. വേഗം നടക്കും, ഇന്ന് സമയം കഴിഞ്ഞാലേ 1 മണി വരെ ഉള്ളൂ. 12 മണിയായി. ഇവിടെ നടക്കാൻ വെച്ചിട്ട് താമസം. എന്തേ? സമയം കഴിയാൻ വേണ്ടി അങ്ങനെ നടക്കണ്ട. ഓർഡർ ആളുകളല്ലോ, സമയം കഴിയാൻ വേണ്ടിയാണ്. മേളിലാണ് തിരക്കുണ്ടടി, വലിയ തിരക്കുണ്ട് അല്ലേ. അതെ, ഇവിടെയാണ് പ്രതിരോധ കുത്തിവെപ്പ്. എന്താ ഞാൻ ഇത്ര കാലം വെച്ചോണ്ടിരുന്നപ്പോൾ കൊച്ചിന് വലിയൊരു ഇതുണ്ടായിരുന്നില്ലല്ലോ. ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കണ്ട. അപ്പോൾ താഴേക്ക് അത്യാവശ്യം ആളുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം അമ്പലവേൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇതാണ് ജനന സമയത്തുള്ള കുത്തിവെപ്പ്. 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച, 10 മാസം, 16 മുതൽ 24. ഇത് കുഞ്ഞാറ്റയ്ക്ക് ഇതാട്ടോ. 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ബൂസ്റ്റർ എടുക്കാനാണ് കുഞ്ഞാറ്റയ്ക്ക്. അത് കഴിഞ്ഞ് 10 വയസ്സിലുണ്ട്, പിന്നെ 16 വയസ്സ്. 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചക്ഷനൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞാറ്റതെ ആ കാണുന്ന റൂമിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതായി ഇറങ്ങി വരുന്നത്. എന്താ എന്തേ? ചെരുപ്പൂരാണ്. ഓ, ചെരുപ്പൂരാണ്. നിങ്ങൾ രണ്ടും ചെരുപ്പൊക്കെ ഇട്ട് എങ്ങോട്ടാണ് കയറിപ്പോയത്? കുഞ്ഞാറ്റെ ഇങ്ങോട്ട് വയ്ക്കേ. കുഞ്ഞാറ്റ ആശുപത്രി മൊത്തം കേട്ടിട്ടുണ്ട് കുഞ്ഞാറ്റേൻ്റെ. അല്ല, അത് കുഴപ്പമില്ല ആൻസി. നിനക്ക് കുത്തിയപ്പോഴും എനിക്ക് കുത്തിയപ്പോഴൊക്കെ ഞങ്ങൾ നീ കരഞ്ഞായിരുന്നു. അതുകൊണ്ട് കൊച്ചും കാര്യം ഇല്ലേ? വേനിച്ചിട്ടല്ലേ? പപ്സ് കഴിക്കണ്ടേ? പിന്നെ റംബുട്ടാനോ? ഏത് കയ്യില് കുത്തിയേ? 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോണം അപ്പുറത്തെ കയ്യില്. ആ കൈ അനക്കാണ്ടിരിക്കുന്നു. ആ കൈ അനക്ക് കിട്ടോ? അനക്കിയ കയ്യിലെ ചോര മൊത്തം പോകുന്നു. സൂചി കിട്ടിയില്ല, ഇനി പോവാലോ. ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് വണ്ടിയിൽ കയറിട്ടോ. ഇനി ഇതിന്റെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് അറിയാന്നാണ് പറഞ്ഞത്. കൈ അനക്കണേ, അനക്ക് കൈ. അപ്പുറത്തെ കൈ അതുകൂടായിപ്പോയി. ഇപ്പുറത്തെ കൈയല്ല, അപ്പുറത്തെ കൈ അനക്ക്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയി നോക്കാവേ. അനക്കാതിരുന്നു. നല്ല അടിപൊളി വെയിൽ കിട്ടോ ഇന്നലെ. കരച്ചിലായിരുന്നു. രസമല്ല, മഴക്കാലായിട്ടേ ഭയങ്കര വേനൽ പോലെ ഉണ്ട്. നമുക്ക് വീട്ടിൽ പോവാം.